ചില പേരൻസിനുള്ളൊരു കൺസേൺ ആണ് തൻ്റെ കുട്ടിക്ക് എന്ത് കിട്ടിയാലും മണക്കാനൊരു ടെൻഡൻസി ഉണ്ട്. ഇത് നോർമൽ ആണോ എന്നുള്ളത്. നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹായ്, മൈ നെയിം ഇസ് ഗായത്രി. ഐ എം വർക്കിംഗ് ആസ് എൻ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് അറ്റ് ട്രെഡ്മ. സോ കുട്ടികൾ ഇങ്ങനെ എന്ത് കിട്ടിയാലും മണക്കുന്നത് നോർമൽ ആണോ? ചില കേസസിൽ ഇത് നോർമൽ ആയിരിക്കാം. അറ്റ് ദ സെയിം ടൈം ചില കേസസിൽ ഇതൊരു ഇഷ്യൂ ആയിരിക്കാം. ഇപ്പോൾ കുട്ടികൾ മണക്കുന്നുണ്ട്, ബട്ട് അവരുടെ അറ്റൻഷൻ ഇത് എഫക്ട് ചെയ്യുന്നില്ല, കോൺസെൻട്രേഷൻ എഫക്ട് ചെയ്യുന്നില്ല, റുട്ടീനെ ബാധിക്കുന്നില്ല എന്നാണെങ്കിൽ ഇതൊരു ഇഷ്യൂ ആയിട്ട് കണക്കാക്കേണ്ടതില്ല. അറ്റ് ദ സെയിം ടൈം അറ്റൻഷൻ ഇതുകൊണ്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് അവരുടെ റുട്ടീനെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫങ്ഷണലി ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ ഇതൊരു ഇഷ്യൂ ആയിട്ട് കണക്കാക്കേണ്ടതുണ്ട്. ഇഷ്യൂ എന്ന് പറയുമ്പം രണ്ട് തരമുണ്ട്. സെൻസറി ഇഷ്യൂ ഉണ്ട്, ബിഹേവിയറൽ ഇഷ്യൂ ഉണ്ട്. സോ ഈ രണ്ട് ഇഷ്യൂസുള്ള കുട്ടികളും ഈ പറഞ്ഞ സെയിം ഫീച്ചേഴ്സ് കാണിച്ചേക്കാം. സെൻസറി ഇഷ്യൂ ആണെങ്കിൽ കുട്ടികൾ കണ്ടിന്യൂസ് ഇങ്ങനെ മണത്തുകൊണ്ടിരിക്കും. അതായത് ഈ ഓൾ ഫാക്ടറി എന്ന് പറയുന്നത് സെൻസിനോടുള്ള ഒരു ഇമ്മൻസ് നീഡ് ഇവർക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കൈ പെട്ടെന്ന് എന്തും മണക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അത് ത്രൂ ഔട്ട് ദ ഡേ ഇങ്ങനെ മണത്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബുക്ക് കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ബുക്ക് ഇങ്ങനെ മണത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എഴുതാനൊരു പെൻസിലോ പെന്നോ കൊടുക്കുകയാണെങ്കിൽ അത് മണത്തുകൊണ്ടിരിക്കും. സോ ഈ ഒരു സ്മെല്ലിനോടുള്ളൊരു നീഡ് കാരണം എന്തിനാണോ അവർക്ക് ബുക്കും പെന്നും കൊടുത്തത്, ആ ഒരു നീഡ് അത് കംപ്ലീറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല. സോ അതാണ് അങ്ങനെയാണ് നമ്മൾ സെൻസറി ഇഷ്യൂ റൂൾ ഔട്ട് ചെയ്യുന്നത്. ത്രൂ ഔട്ട് ദ ഡേ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് റുട്ടീനെ ബാധിക്കുന്ന രീതിയിലായിരിക്കും ഇവർ സ്മെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ബിഹേവിയറൽ ഇഷ്യൂസ് ആണെങ്കിലും സെയിം ഫീച്ചേഴ്സ് ആയിരിക്കാം, ബട്ട് ദെൻ ഇത് ചിലപ്പോൾ ഒരു OCD പോലെയൊക്കെ മാറിയേക്കാം. അതായത് സ്മെൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംതിങ് നെഗറ്റീവ് വിൽ ഹാപ്പൻ എന്നൊരു തോട്ട് ചിലപ്പോൾ ഉള്ളതുകൊണ്ട് അവരിങ്ങനെ കണ്ടിന്യൂസ് സ്മെൽ ചെയ്തുകൊണ്ടിരിക്കും. സെൻസറി ഇഷ്യൂ ആണെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാം. ഒരിക്കലും ഫുള്ളി ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല, കാരണം സെൻസറിയുടെ ഒരു കംപ്ലീറ്റ് ക്യൂർ ഇല്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഫീച്ചേഴ്സ് കുറച്ച് കൊണ്ടുവരാം. സോ അതെങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. പലതരം സ്മെൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവർക്ക് ആക്ച്വലി സ്മെല്ലിനോട് നീടാണുള്ളത്. സോ ആ ഒരു സ്മെല്ല് നമ്മളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് സ്മെൽ ചെയ്യാനുള്ളൊരു ടെൻഡൻസി കുറഞ്ഞോളൂ. സോ പലതരം ഫ്രേഗ്രൻസസ് അല്ലെങ്കിൽ സ്മെൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പലതരം ഫ്ലവേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഫുഡ് ഐറ്റംസ് പലതരം സ്മെൽ ചെയ്യാൻ കൊടുക്കാം. മാക്സിമം കൊടുക്കുമ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള സ്മെൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ കൊടുക്കാൻ ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ, വെനില എസൻസ് കൊടുക്കാം, ഓറഞ്ചിൻ്റെ പീല് സ്മെൽ ചെയ്യാൻ കൊടുക്കാം. അല്ലെങ്കിൽ പെർഫ്യൂം കൊടുക്കുകയാണെങ്കിൽ തന്നെ നോൺ ആൽക്കഹോളിക് പെർഫ്യൂംസ് കൊടുക്കാൻ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ എസെൻഷ്യൽ ഓയിൽസിൻ്റെ സ്മെൽസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സോ ഈ പറഞ്ഞ സ്മെൽസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടും കുട്ടിയുടെ ഈ ഒരു ടെൻഡൻസിയിൽ കുറവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അധികം വൈകിക്കാതെ തന്നെ ഒരു ഒക്യുപേഷണൽ തെറപ്പിസ്റ്റിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെയോ സഹായം തേടേണ്ടതാണ്. താങ്ക് യു.